ഹായ് പിള്ളേരെ, എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. ആദ്യമായിട്ടോ എനിക്കിങ്ങനെ ബർത്ത്ഡേക്ക് ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ഒരു ആക്രാന്തമുണ്ട് എനിക്ക്. ഈ ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള അടിയിലാട്ടോ ഞാനും എൻ്റെ ഇത്തായും. എനിക്കിട്ട് ഗിഫ്റ്റ് ഞാനല്ലേ പിള്ളേരെ പൊട്ടിക്കേണ്ടത്, അത് നിങ്ങളൊന്ന് പറയണേ. പിന്നെ ലാസ്റ്റ് അവൾ തന്നെ എടുത്തിട്ടുണ്ട് പൊട്ടിക്കാനുള്ളത്. ഓരോന്നും അവൾ തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അവൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ്. അതിനകത്താണെങ്കിലും നിറച്ച് ലേസ, എനിക്കിഷ്ടമുള്ള സാധനങ്ങളല്ല എല്ലാം. പിന്നെ ഇതിനകത്ത് എന്താണെന്ന് ഞാൻ കുറേ ഗെസ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്ത് അപ്പം മനസ്സിലായി തക്കാളി മുറുക്കാന്ന്. അതും എനിക്ക് സന്തോഷമായി. അടുത്തതിൽ ഉണ്ടായിരുന്നത് ഇതെന്തായിരുന്നു സാധനം? മെഡലി മുട്ടായി, മെലഡി മുട്ടായിരുന്നു. മെഡലി അല്ല, മെലഡി മുട്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു റെയിൻബോൻ്റെ ഒരു പില്ലോ കവറും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജെല്ലി മുട്ടായല്ലോ, മറ്റേ ഗ്രേപ്പ്, അങ്ങനെ കുറേ ജെല്ലി മുട്ടായി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു പാൻറ്റായിരുന്നു കേട്ടോ, വീട്ടിലേക്ക് ഇടുന്നൊരു പാൻറ്റായിരുന്നു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ് പിള്ളേരെ. എനിക്ക് ഭയങ്കര ഒരു പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ക്യൂട്ട് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇതില്ലേ റാബിറ്റായിരുന്നു, മുയലായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ പൊട്ടറ്റോ ബിസ്ക്കറ്റ് ഇല്ല, അതായിരുന്നേ. അപ്പം എന്തായാലും കോഴ്സ് കയറിയത് ഇപ്പോൾ ഇത്രയും തിന്നാനുള്ള സാധനങ്ങൾ ഞാൻ എപ്പോൾ തിന്നു തീർക്കുമെന്ന് ആലോചിച്ചുള്ള വിഷമത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടായിരുന്ന 2 ലിപ്സ്റ്റിക് ആയിരുന്നു. 2 അല്ല 8 ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അതിനകത്ത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്കറിയത്തില്ല എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ. അപ്പം നിങ്ങളായിട്ട് തന്നെ ഒന്ന് പറയാറുണ്ട് ഏതാ ഷെയ്ഡെന്ന്. കാരണം എനിക്ക് പിള്ളേർ അതെങ്കിൽ ചുണ്ടി തേച്ചിട്ട് ഞാനത് തേച്ചുകൊണ്ട് പോവുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഐഷാഡോ പാലറ്റായിരുന്നു. ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് എനിക്ക് ഐഷാഡോ പാലറ്റൊക്കെ കിട്ടുന്നത്. ഞാൻ ഇതുവരേക്കും വാങ്ങിക്കാത്ത സാധനങ്ങളാണ് ഈ മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ കേട്ടോ. ഒന്നെങ്കിൽ എൻ്റെ ഇത്താമാർ അല്ലെങ്കിൽ എനിക്കാരെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ തരുന്നതാണ്. ഞാൻ ഇതുവരേക്കും എൻ്റെ ഒരു രൂപ പോലും ചിലവാക്കി ഞാൻ വാങ്ങിച്ചിട്ടില്ല. ആകെ വാങ്ങിച്ചിട്ടുള്ള ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. കുറച്ച് ദിവസം ഒരു പനി വന്നില്ല, ആ പനിയിൽ എൻ്റെ ശബ്ദം പോയി കേട്ടോ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഹൈഡാസ്റ്റിക്കിൻ്റെ ബിസ്ക്കറ്റായിരുന്നേ. എനിക്കത് ഭയങ്കര ഇഷ്ടമൊന്നും അല്ല, എന്നാലും കിട്ടിയാൽ തിന്നും. ഹോസ്റ്റലിൽ പിന്നെ എന്ത് കിട്ടിയാലും നമ്മൾ തിന്നുമല്ലോ. പിന്നെ മഞ്ചായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് ഞാൻ ആർക്ക് കൊടുക്കാതിരുന്ന് തിന്നാനാണ് എൻ്റെ പ്ലാൻ. പക്ഷേ പിള്ളേർക്ക് കൊടുക്കാതെ തിന്നാൻ പറ്റത്തില്ലല്ലോ. ഇതെന്തായിരുന്നു? ഇതെൻ്റെ സൺസ്ക്രീം, മോയ്സ്ചറൈസർ, പിന്നെ അതേപോലെ ഫേസ് വാഷ്, പിന്നെ സെറം, അതൊക്കെ ഡെർമേഡാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഡെർമേയുടെ പ്രൊഡക്റ്റൊക്കെയാണ് യൂസ് ആക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പുണ്ടായിരുന്നു. ഞാൻ ഹീൽ അങ്ങനെ യൂസ് ആക്കാറില്ല, പക്ഷെ ഞാൻ ഈ ഹീൽ ഇടും കേട്ടോ. ഞാൻ ഇട്ടില്ലെങ്കിൽ എൻ്റെ ഇത്താക്ക് കൊടുക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇടും. പിന്നെ ഒരു വാച്ചും കൂടെ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു നല്ലൊരു ജോഡി ഡ്രസ്സായിരുന്നു കേട്ടോ. ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി നാളെ